ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രവും തുടർന്ന് ധർമ്മസ്ഥലിലെ മഞ്ജുനാഥ ക്ഷേത്രവും പിന്നെ അവിടുത്തെ മറ്റു മനോഹര കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുമ്പോൾ രാത്രിയായി. എന്നാലിനി ഉടുപ്പിയിലും കൂടി ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉടുപ്പിയിലെ രാത്രി കാഴ്ചകളും കൂടി ഒന്ന് കാണുന്നതിനായി ധർമ്മസ്ഥലിൽ നിന്നും ബസ്സിൽ ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്കും തുടർന്ന് ഒരു ഓട്ടോ പിടിച്ച് ഉടുപ്പി ക്ഷേത്രത്തിലേക്കും പോവുകയാണ്. ധർമ്മസ്ഥലിൽ നിന്നും ഉടുപ്പിയിലേക്ക് ഏകദേശം 105 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഉടുപ്പി സ്റ്റാൻഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഓട്ടോ പിടിച്ചു പോകണം. 50 രൂപയാണ് ഓട്ടോ ചാർജ്. അങ്ങനെ നമ്മൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ഒരു കൈയിൽ കയറും മറുകൈയിൽ കടകോലുമായി നിൽക്കുന്ന കണ്ണനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉടുപ്പിയിലെ കടകോൽ കണ്ണനെ കനക ജാലകത്തിലൂടെയാണ് കാണുന്നത്. രാത്രിയിലെ ഇവിടുത്തെ കാഴ്ചകൾ മനോഹരം തന്നെയല്ലേ? ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാനുള്ള പ്രധാന കവാടമാണിത്. ഒരാചാര്യനെ വളരെ വലിയ പ്രാധാന്യത്തോടുകൂടി ഉടുപ്പി ക്ഷേത്രത്തിൽ ആരാധിക്കുന്നു, മധ്വാചാര്യനെ. ഉടുപ്പി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏക നവരത്ന രഥമുള്ളത്. ക്ഷേത്ര ഗോപുരമാണ് ഈ കാണുന്നത്. പരിയാര ഉത്സവം ഇവിടുത്തെ പ്രധാന ഉത്സവമാണ്. 2 വർഷത്തിൽ ഒരിക്കലാണ് ജനുവരി മാസത്തിൽ ഇത് നടത്തപ്പെടുന്നു. പൂജാരിമാർ സ്ഥാനമേൽക്കുന്നത് ഈ അവസരത്തിലാണ്. 8ഓളം മഠങ്ങളുടെ കീഴിലാണ് ഉടുപ്പി ക്ഷേത്രം. അത്തരം മഠങ്ങൾ നമുക്കിവിടെ ഇനിയും കാണാവുന്നതാണ്. കൂടാതെ ചുറ്റുമായി മറ്റു ക്ഷേത്രങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഉത്സവങ്ങളുടെ നാടാണ് ഉടുപ്പി. മകരസംക്രാന്തി, ജന്മാഷ്ടമി, ഗൃഹസപ്തമി, മാധവ നവമി, ദീപാവലി, ഹനുമാൻ ജയന്തി എന്നീ ഉത്സവങ്ങളും ഇവിടെ വിപുലമായി നടത്താറുണ്ട്. ഭക്തർക്ക് താമസിക്കുന്നതിനായി ഇവിടെ ക്ഷേത്രത്തിനടുത്തായി താമസ സൗകര്യവും വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. ഇതാ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ മറ്റൊരു തേരാണ് ഈ കാണുന്നത്. എട്ട് മഠങ്ങളിൽപ്പെട്ട മഠങ്ങളാണിവ. ശ്രീകൃഷ്ണ മഠത്തിന്റെ പിന്നിലായി കനകന ജാലകം എന്നൊന്നുണ്ട്. കനകന കിണ്ടി എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഉടുപ്പി ഭഗവാന്റെ വിശേഷ ഭക്തനായിരുന്നു കനകദാസൻ. ഒരു ദിവസം ഉടുപ്പി കൃഷ്ണനെ കണ്ടു തൊഴണമെന്ന അതിയായ ആഗ്രഹത്തോടെ എത്തിയ അദ്ദേഹത്തിന് ബ്രാഹ്മണനല്ലാത്തതിനാൽ അതിനനുവദിച്ചില്ല. ദുഃഖിതനായ കനകദാസൻ ക്ഷേത്രത്തിന് പുറകിൽ കുടിൽ കെട്ടി കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. കുറെ നാളായിട്ടും കണ്ണനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയിൽ കൃഷ്ണ നീ വേഗനെ
ബാരോ എന്ന കീർത്തനം ഹൃദയഭേദകമായ രീതിയിൽ ആലപിക്കാൻ തുടങ്ങി. ഇത് കേട്ട ഭഗവാൻ സ്വയം തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് ദർശനം നൽകുകയും പടിഞ്ഞാറെ മതിലിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. ആ ഭാഗം ഇന്ന് കനകന കിണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. തന്റെ പരമഭക്തന് ഭഗവാൻ തുറന്ന ജനലാണ് കനകന കിണ്ടി. എന്റെ നീ കണ്ണ എനിക്കെന്റെ തന്നീല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്റെ നീ കണ്ണ എനിക്കെന്റെ തന്നീല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്റെ നീ കൃഷ്ണ എന്റെ നീ കൃഷ്ണ കഴിയുന്നു പാവമേ ഗോവിക. എന്റെ നീ കണ്ണ എനിക്കെന്റെ തന്നീല കൃഷ്ണ തുളസി കതിരായി ജന്മം. ഇവിടുത്തെ ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മുതൽ രാത്രി 9 മണി വരെയാണ്. ഇവിടെ വരുന്നവർക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റും. പഴയ രീതിയിലുള്ള വീട്ടുപകരണങ്ങളും മറ്റു കൗതുകകരമായ വസ്തുക്കളും അങ്ങനെ പലതും. ഇവിടുത്തെ ഗോശാലയും ഈ ക്ഷേത്ര സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഇനി തിരിച്ചു പോകാം. അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാം. ഇതാ ഉടുപ്പി സ്പെഷ്യൽ മസാല ദോശ. ചട്നിയും സൂപ്പർ അല്ലേ? അടിപൊളി ഉടുപ്പി സ്പെഷ്യൽ മസാല ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാം. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സ്ആപ്പ് ചാനലിന്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കയറി ഞങ്ങളോടൊപ്പം ചേരുക. ബൈ, താങ്ക് യു.